മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക്ക്ഡൌൺ എന്ന് തീരുമെന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ തിരിച്ചറിവ് പ്രവാസി കുടുംബങ്ങളെ അപകടത്തിലാക്കിക്കൊണ്ടാകരുതെന്ന മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം രാജ്യത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചത്. ധൃതി പിടിച്ചുള്ള നടപടി പ്രവാസികൾക്ക് വിനയാകും. അതുണ്ടാകാതിരിക്കാൻ ലോക്ക്ഡൌൺ തീരും വരെ കാത്തിരിക്കാനാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. അതേസമയം പ്രവാസികളെ സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനം സർവ്വസജ്ജമായി. ഓരോ ജില്ലകളിലും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലകളിലെ ഒരുക്കങ്ങൾ ഇങ്ങനെയാണ്. എറണാകുളം പ്രവാസികളെ സ്വീകരിക്കാൻ സജ്ജമെന്ന ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VS സുനിൽകുമാർ വ്യക്തമാക്കി. മടങ്ങിയെത്തുന്നവരുടെ താൽക്കാലിക താമസത്തിന് 7000 മുറികൾ തയ്യാറാണ്. 6000 വീടുകളും ഫ്ളാറ്റുകളുമാണ് ഒരുക്കിയത്. പഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് 4701 വീട്. ഒരു വീട്ടിൽ 4 പേർ എന്ന രീതിയിലാണ് സൗകര്യം സജ്ജമാക്കിയിരിക്കുന്നത്. വിമാനത്താവളത്തിൽ സ്ക്രീനിങ്ങിനും പരിശോധനയ്ക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തും. വിവരം ശേഖരിക്കാനും താമസ യാത്രാ സൗകര്യങ്ങൾ ക്രമീകരിക്കാനും ആയുർരക്ഷ വെബ് ആപ്ലിക്കേഷൻ തയ്യാറാക്കി. രോഗലക്ഷണമുള്ളവരെ ആലുവ ജനറൽ ആശുപത്രിയിലേക്കും അല്ലാത്തവരെ വീടുകളിലേക്കോ പ്രത്യേകം തയ്യാറാക്കിയ നിരീക്ഷണ സ്ഥലത്തേക്കോ മാറ്റും. ആംബുലൻസും 1500 മറ്റു വാഹനങ്ങളും സർവ്വസജ്ജമാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് 70 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് പ്രതീക്ഷിക്കുന്ന പ്രവാസികളുടെ എണ്ണം 30,000-ലേറെയാണ്. ക്വാറന്റൈൻ ആവശ്യമായ ഐസൊലേഷനായി തിരഞ്ഞെടുത്തത് 70ഓളം കേന്ദ്രങ്ങൾ. സർക്കാർ പ്ലാൻ വന്ന ശേഷം 50 സ്കൂളുകളാണ് ഏറ്റെടുത്തത്. കേന്ദ്ര സർവകലാശാല ഹോസ്റ്റലുകൾ, വനിതാ ഹോസ്റ്റലുകൾ, 3 PHCകൾ എന്നിവ സജ്ജമാക്കിയിട്ടുമുണ്ട്. വേണ്ടി വന്നാൽ കൂടുതൽ ലോഡ്ജുകളും ഹോട്ടൽ മുറികളും ഏറ്റെടുക്കും. സർക്കാർ നടപടിക്രമം നിർദ്ദേശിച്ചാൽ അതിനനുസരിച്ച് നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുകയുണ്ടായി. കണ്ണൂരിൽ 5800 കിടക്കകൾ സജ്ജമാക്കി കഴിഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, അഞ്ചരക്കണ്ടി കോവിഡ് സെന്റർ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 2 ആശുപത്രികളോടും ചേർന്ന് 5000 പേർക്കുള്ള സംവിധാനമാണ് ഒരുക്കിയതെന്ന് ചുമതല വഹിക്കുന്ന തലശ്ശേരി സബ് കളക്ടർ ആസിഫ് K. യൂസഫ് പറഞ്ഞു. കണ്ണൂർ നഗരത്തിൽ 25 ലോഡ്ജുകളിലായി 500ഓളം മുറികൾ കണ്ടെത്തിയിരുന്നു. പണം കൊടുക്കാൻ തയ്യാറായുള്ളവരെ ലോഡ്ജുകളിലും രോഗമില്ലാത്തവരെ വീടുകളിലും ക്വാറന്റൈൻ ചെയ്യുന്നതായിരിക്കും. കർശന നിർദ്ദേശത്തോടെയാണ് വീടുകളിലേക്ക് അയക്കുക. ഇവർ താമസിക്കുന്ന വീട്ടിൽ കുടുംബാംഗങ്ങളോ മറ്റാരെങ്കിലുമോ താമസിക്കാൻ പാടില്ലെന്ന നിബന്ധന കർശനമാക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ 4500-ലേറെ മുറികൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള അറിയിക്കുകയും ചെയ്തു. ആശുപത്രികൾ, ലോഡ്ജുകൾ, റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയവയാണിത്. വിവിധ സ്ഥാപനങ്ങൾ, അവർക്ക് കീഴിലുള്ള വിദ്യാലയങ്ങൾ, ഹോസ്റ്റലുകൾ തുടങ്ങിയവ വിട്ടു നൽകാൻ സന്നദ്ധ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 200 കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 94 പഞ്ചായത്തുകളും 12 നഗരസഭകളിലുമായി 200 കോവിഡ് കെയർ സെന്ററുകൾ ഒരുക്കിയിരിക്കുകയാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ കെട്ടിടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും സ്വകാര്യ ഹോട്ടലുകളും ഇതിൽപ്പെടുന്നതാണ്. 2051 സിംഗിൾ റൂമുകളും 3048 ഡബിൾ റൂമുകളും 715 മറ്റ് റൂമുകളുമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. 200 കേന്ദ്രങ്ങളിലായി 11,778 പേരെ താമസിപ്പിക്കാവുന്നതുമാണ്. പാലക്കാട് 242 സുരക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 12,000-ഓളം പേർക്കുള്ള സൗകര്യങ്ങൾ, ലോഡ്ജുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവിടങ്ങളിലായി 590 സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ 323 ബാത്ത് അറ്റാച്ച്ഡ് മുറികൾ ഒരുക്കുന്നുണ്ട്. 88 പഞ്ചായത്തുകളിലും 7 നഗരസഭകളിലുമാണ് കേന്ദ്രങ്ങൾ. ആവശ്യമെങ്കിൽ വിദ്യാലയങ്ങളടക്കം കോവിഡ് കെയർ സെന്ററുകളാക്കാൻ ജില്ലാ ഭരണകൂടം ആലോചിച്ചു വരികയാണ്. തൃശൂർ ജില്ലയിൽ ഒരുക്കുന്നത് 7000-ലധികം സൗകര്യമാണ്. ഡെപ്യൂട്ടി കളക്ടർ K. മധുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തിരിച്ചെത്താൻ സാധ്യതയുള്ളവരുടെ എണ്ണം കണക്കാക്കാൻ വിവരശേഖരണം തുടങ്ങിയിരിക്കുകയാണ്. ശൗചാലയ സൗകര്യമടക്കമുള്ളവയാണ് കോവിഡ് കെയർ സെന്ററുകളാക്കുന്നത്. ഗുരുവായൂർ, തൃശൂർ, മുരിങ്ങൂർ എന്നിവിടങ്ങളിലായി 4000 നിരീക്ഷണ മുറികൾ ഒരുക്കാനുള്ള നീക്കം പുരോഗമിക്കുകയാണ്. 35 റിസോർട്ടുകൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുമുണ്ട്. ഇടുക്കിയിൽ പ്രവാസികൾക്കായി ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കി ജില്ലാ ഭരണകൂടം. 9000 മുറികളാണ് വിവിധ റിസോർട്ടുകളിൽ സജ്ജമാക്കിയത്. ടോയ്ലറ്റ് അടക്കം 620 സിംഗിൾ റൂമുകൾ ഇതിൽപ്പെടുന്നു. അന്തിമ പട്ടിക ചൊവ്വാഴ്ച പൂർത്തിയാകുമെന്ന് കളക്ടർ H. ദിനേശൻ വ്യക്തമാക്കുകയും ചെയ്തു. കോട്ടയത്ത് 11 ബ്ലോക്ക് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലായി ജില്ലാ ഭരണകൂടം 550 കിടക്കകൾ ഒരുക്കി. വീടുകളിൽ തനിച്ച് താമസിക്കാൻ സൗകര്യമില്ലാത്തവരെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യും. 28 ദിവസം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണം.
കഴിയണം. തുടർ പരിശോധനയിൽ രോഗബാധ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ 2 സ്വകാര്യ ആശുപത്രികളടക്കം 9 ആശുപത്രികൾ തയ്യാറാക്കിയതായി ജില്ലാ കളക്ടർ PK സുധീർ ബാബു വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ കണ്ടെത്തിയത് 15,000-ഓളം മുറികളാണ്. 3 ഘട്ടങ്ങളിലായാണ് മുറികൾ സജ്ജീകരിക്കുക. ആദ്യഘട്ടത്തിൽ വേണ്ട 7,444 കിടക്കകൾ തയ്യാറായി. 2 തരം സെന്ററുകളാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാക്കുക. കോവിഡ് കെയർ സെന്ററുകളും കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററും. ജില്ലയിലെ 6 താലൂക്കുകളിലായി 111 കോവിഡ് കെയർ സെന്ററുകളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുക. ഇവിടെ 2,133 അറ്റാച്ച്ഡ് മുറികളിൽ 4,261 കിടക്കകളും 1,298 നോൺ അറ്റാച്ച്ഡ് മുറികളിൽ 3,183 കിടക്കകളും ഉൾപ്പെടെ ആകെ 7,444 കിടക്കകൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. കൊല്ലത്ത് 10,000-ത്തിലധികം കിടക്കയാണ് ഒരുക്കിയെന്ന് കളക്ടർ B അബ്ദുൾ നാസർ അറിയിച്ചു. 1-ലധികം കിടക്കകളുള്ള സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ, സത്രങ്ങൾ, ആശ്രമങ്ങൾ തുടങ്ങിയവ ഏറ്റെടുക്കും. ജില്ലയിൽ 156 കൊറോണ കെയർ സെന്ററുകളും ഉണ്ട്. ഒറ്റയ്ക്ക് കഴിയുന്നതിന് കിടക്ക സൗകര്യമുള്ള 3,850 മുറികൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഒരേ സമയം 967 പേർക്ക് കിടക്ക സൗകര്യമുള്ള 20 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലായി ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനാകും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പ്രവാസികൾ 20,000-ലേറെ കിടക്കകളാണ്. 15,000 എണ്ണം സജ്ജമാക്കി കഴിഞ്ഞു. സർക്കാർ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ എന്നിവയുടെ ഹോസ്റ്റലുകളിലാണ് 10,000 കിടക്കകൾക്കുള്ള ക്രമീകരണം. ഹോട്ടൽ, ഹോം സ്റ്റേ എന്നിവിടങ്ങളിൽ 5,000 കിടക്കയും ഒരുക്കും. ആവശ്യമെങ്കിൽ കൺവെൻഷൻ സെന്ററുകൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവിടങ്ങളിൽ 5,000 കിടക്ക ഒരുക്കും. രോഗലക്ഷണമുള്ളവരെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ പാർപ്പിക്കും. അല്ലാത്തവരെ വീടുകളിലേക്ക് അയക്കും. വിമാനത്താവളങ്ങളിൽ വിപുലമായ പരിശോധനാ സൗകര്യമൊരുക്കും. നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഓരോ 500 പേർക്കും 10 അംഗ ആരോഗ്യ സംഘത്തെ നിയോഗിക്കും. ആയുഷ്, ഹോമിയോ വിഭാഗങ്ങളുടെ സേവനവും പ്രയോജനപ്പെടുത്തും. ലക്ഷണങ്ങളുള്ളവരിൽ പ്രാഥമിക ചികിത്സ ആവശ്യമായവരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് മാറ്റുകയും ചെയ്യും. 11 ബ്ലോക്കുകളും 4 മുനിസിപ്പാലിറ്റികളിലുമായി 15 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങളിലായി 1,500 പേരെ ചികിത്സിക്കാം. വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ കോവിഡ് ആശുപത്രികളിലേക്ക് മാറ്റും. ജനറൽ ആശുപത്രിയിൽ 500-ഉം മെഡിക്കൽ കോളേജിൽ 1,500 പേർക്കുള്ള സൗകര്യമുണ്ട്. കോഴിക്കോട് 80 കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നിവ കോവിഡ് കെയർ സെന്ററുകളാക്കാൻ പട്ടിക തയ്യാറാക്കിയിട്ടുമുണ്ട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ സജ്ജീകരണം ഒരുക്കുകയും ചെയ്യും. സർക്കാർ നിർദ്ദേശം വരുന്നതിനനുസരിച്ച് സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ S സാംബശിവറാവു മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ആവശ്യത്തിന് ഡോക്ടർമാർ, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവരെ ലഭിക്കാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് നിയോഗിക്കേണ്ടി വരുമെന്ന് ജില്ലാ കളക്ടർ നേരത്തെ നൽകിയ നിർദ്ദേശത്തിലും വ്യക്തമാക്കുകയും ചെയ്തു. പ്രവാസികളെ ആലപ്പുഴയിൽ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. 805 വീടുകളിലായി ഒരുക്കിയ 2,000 മുറികളാണ് ഇതിൽ പ്രധാനം. ജില്ലകളിലെ പ്രധാന ഹോട്ടലുകൾ, കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയും ആവശ്യം വന്നാൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പ്രവാസികളെ വരവേൽക്കാൻ സർവ്വസജ്ജമായിരിക്കുകയാണ് കേരളം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.